വയനാട് ദുരിതബാധിതർക്ക് കോട്ടയം ചങ്ങനാശ്ശേരി പെരുന്ന മൈത്രി റെസിഡൻസ് അസോസിയേഷന്റെ കൈത്താങ്ങ്. അംഗങ്ങൾ സ്വരൂപിച്ച 35,000 രൂപ ചങ്ങനാശ്ശേരി തഹസിൽദാർ നിജു കുര്യന് കൈമാറി. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ട്രെയിനിൽ നിന്നും വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് പാലാ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ് 4ാം വർഷ വിദ്യാർത്ഥിയായ നോയൽ ജോബി. നോയലിന്റെ മൃതദേഹം കണ്ടെത്തിയത് കോഴിക്കോട് ഭാഗത്തുനിന്ന്. തൃശൂർ അഴീക്കോട് അനധികൃതമായി മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട വള്ളം പിടിച്ചെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ. പിടിച്ചെടുത്തത് അഴീക്കോട് സ്വദേശി ഷഫീറിന്റെ ഉടമസ്ഥതയിലുള്ള ബാദുഷ എന്ന വള്ളം. 100 കിലോ അയല ഇനത്തിൽപ്പെട്ട മത്സ്യമാണ് വള്ളത്തിലുണ്ടായിരുന്നത്. തൃശൂരിൽ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജവും സംഘവും ഹെലികോപ്റ്റർ നിരീക്ഷണം നടത്തി. ചാലക്കുടിയിലെ ഹെലിപാഡിൽ നിന്നും ആരംഭിച്ച ആകാശ നിരീക്ഷണം അവസാനിച്ചത് 1.5 മണിക്കൂറിന് ശേഷം. ആകാശ നിരീക്ഷണത്തിന് ഉപയോഗിച്ചത് സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ. തിരുവനന്തപുരത്ത് കാറിൽ കടത്തിയ 4 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. അനൂപ്, രാജീവ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ നെടുമങ്ങാട് കോടതിയിൽ ഹാജരാക്കും. ഓണത്തോടനുബന്ധിച്ച് പരിശോധന കടുപ്പിച്ച് എക്സൈസ്. തിരുവനന്തപുരം കല്ലറയിൽ മരപ്പട്ടിയെ വിഴുങ്ങിയ പെരുമ്പാമ്പിനെ പിടികൂടി. കെട്ടിക്കുന്ന് സ്വദേശി നാസറിന്റെ പുരയിടത്തിൽ കാട് വൃത്തിയാക്കുന്നതിനിടെയാണ് പെരുമ്പാമ്പിനെ കണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാമ്പിനെ പിടികൂടി.